അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധമാണ് കെയർ ഓഫ് സൈറ ബാനു എന്ന ചിത്രത്തിൻ്റെ ആത്മാവ്. ആ ഒരു ബന്ധത്തിൻ്റെ തീവ്രത തന്നെയാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. മെലോ ഡ്രാമയുടെ അതിപ്രസരം പലയിടത്തും ഇഴച്ചിലുണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരേ സമയം ഇമോഷണലും ത്രില്ലിങ്ങുമാകാൻ കെയർ ഓഫ് സൈറ ബാനുവിന് സാധിക്കുന്നുണ്ട്. സുഭാഷ് കപൂർ സംവിധാനം ചെയ്ത 2013 ജോളി LLBയിൽ നിന്നും കാര്യമായ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള കെയർ ഓഫ് സൈറ ബാനു തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ജോഷുവ പീറ്റർ എന്ന തൻ്റെ മകനൊപ്പം താമസിക്കുന്ന സൈറ ബാനു എന്ന പോസ്റ്റ് വുമൺ ആണ് കേന്ദ്ര കഥാപാത്രം. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ജോഷുവ മരിച്ചുപോയ തൻ്റെ അച്ഛനെ പോലെ ഫോട്ടോഗ്രാഫർ ആകാനാണ് ആഗ്രഹിക്കുന്നത്. സ്വന്തം കഴിവ് ഉപയോഗിച്ച് ജോഷുവ ഒടുക്കം ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ പഠിക്കാനുള്ള അവസരം നേടുമ്പോൾ ഒരു റോഡ് ആക്സിഡൻറ്റിൽ പെടുകയും നിരപരാധിയായ ജോഷുവ അതിൽ പ്രതിയാവുകയും ചെയ്യുന്നു. കുരുക്കിൽപ്പെട്ട ജോഷുവയെ പുറത്തിറക്കാൻ സൈറ ബാനു നടത്തുന്ന ശ്രമമാണ് കെയർ ഓഫ് സൈറ ബാനുവിൻ്റെ ഇതിവൃത്തം. പ്രമേയത്തിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തീർച്ചയായും ഇല്ല. സിനിമ തീരുമ്പോൾ ഒരുപാട് ലൂസ് എൻഡുകൾ ഉള്ളതായി നമുക്ക് തീർച്ചയായും തോന്നും. എൻഡ് ക്രെഡിറ്റ്സ് കാണിക്കുമ്പോഴുള്ള സീനിലൂടെ അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. എഴുത്തിന് ഒരല്പം കൂടി ഒതുക്കം വേണ്ടതാണ്. നടുഭാഗങ്ങളിൽ വരുന്ന മെലോ ഡ്രാമ സിനിമയെ കുറച്ചധികം വലിപ്പിക്കുന്നുണ്ട്. ഒരു അന്വേഷണത്തിൻ്റെ ഉദ്വേഗത്തിലേക്ക് സിനിമ കടക്കുന്നത് അതിൻ്റെ അവസാന പാദത്തിലാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജോളി LLB പ്രചോദനം കടന്നു വരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവത്തെ സിനിമ തുറന്നു കാണിക്കുന്നു എന്നത് അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. എങ്കിലും കുറ്റത്തെ ഒളിപ്പിക്കാൻ മാതൃസ്നേഹം ഒരു കാരണമാകുന്ന രീതിയിലുള്ള സിനിമയുടെ അവസാനം ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. രണ്ടാം വരവിൽ അഭിനയത്തിൽ വല്ലാതെ കൃത്രിമത്വം വരുന്നു എന്ന ഒരു വിമർശനം മഞ്ജു വാര്യർ നേരിട്ടിരുന്നു. രണ്ടാം വരവിലെ ഏറ്റവും മോശം സിനിമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ജോ ആൻഡ് ദ ബോയിലെ അഭിനയമായിരുന്നു എനിക്ക് വ്യക്തിപരമായി കൂടുതൽ സ്വാഭാവികമായി തോന്നിയത്. കെയർ ഓഫ് സൈറ ബാനുവിലേക്ക് വരുമ്പോൾ സിനിമയുടെ ആദ്യ പകുതിയിൽ നമുക്കെല്ലാം ഇഷ്ടമുള്ള ചുറുചുറുക്കുള്ള രൂപത്തിൽ മഞ്ജു തിളങ്ങുന്നുണ്ട്. രണ്ടാം പകുതിയിലെ ഇമോഷണൽ രംഗങ്ങളെ വിചാരിച്ച അത്ര മികവുറ്റതാക്കാൻ മഞ്ജുവിന് കഴിയുന്നില്ല. തന്നെ ഏൽപ്പിച്ച ജോഷുവ എന്ന കഥാപാത്രത്തെ ഷെയ്ൻ നിഗം വൃത്തിയായി അവതരിപ്പിച്ചു. അമലയുടെ കഥാപാത്രം ഗസ്റ്റ് റോൾ ആകുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ എന്നെപ്പോലെ നിങ്ങൾക്കും തെറ്റിയിരിക്കുന്നു. ഒരു മുഴുനീള കഥാപാത്രമായി തന്നെ അവർ ഈ സിനിമയിലുണ്ട്. ലിപ്സിങ്ക് ശരിയാവാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കിടന്ന് വെള്ളം കുടിക്കുന്നത് ശരിക്കും കാണാൻ സാധിക്കും. നിരഞ്ജന, ബിജു സോപാനം എന്നിവരടക്കം ഒരുപാട് പേർ സിനിമയിലുണ്ട്. സുജിത് ശങ്കർ എന്ന നടനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാതെ മെച്ചപ്പെട്ട റോളുകളിൽ ഉപയോഗിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. റോഷൻ ആൻഡ്രൂസിൻ്റെ സംവിധാന സഹായിയായ ആൻ്റണി സോണി തൻ്റെ ഗുരുവിൻ്റെ അതേ രീതിയിലാണ് കഥയ്ക്കുള്ളിലെ മെലോ ഡ്രാമയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സെമി റിയലിസ്റ്റിക്, സെമി തിയേറ്ററിക്കൽ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ്. ബാനുവും ജോഷുവയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം നമ്മൾക്ക് കാണിച്ചു തരാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ മനസ്സിൽ പ്രവചിച്ചതിൽ നിന്നും കഥ വേറൊരു രീതിയിലേക്ക് വഴിമാറിപ്പോയി എന്നത് സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു. നിർണായകമായ ഒരു ഘട്ടത്തിൽ കാര്യമായ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ഛായാഗ്രഹണവും എഡിറ്റിങ്ങും ശരാശരി നിലവാരം പുലർത്തിയപ്പോൾ മെജോ ജോസഫിൻ്റെ സംഗീതം ശരാശരിക്കും മുകളിൽ നിന്നു. കെയർ ഓഫ് സൈറ ബാനു തെറ്റുകുറ്റങ്ങളില്ലാത്തൊരു സിനിമയല്ല. ഉയർച്ച താഴ്ചകൾ ഒരുപാടുള്ള ഈ സിനിമയുടെ ഒടുക്കം നമുക്ക് ലഭിക്കുന്ന ഫീലിംഗ് പോസിറ്റീവാണ്.